നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്കിനി തുടർന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഈ പ്രോഗ്രാം കാണുന്നവർ വീഡിയോ മുഴുവനുമായി കാണണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം വീഡിയോ ഇടയ്ക്ക് വെച്ച് ഓടിച്ചു കളയുകയോ സ്കിപ്പ് ചെയ്തു പോവുകയോ ചെയ്താൽ ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. അതുകൊണ്ട് വീഡിയോ ആദ്യാവസാനം വരെ കാണുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ എൻ്റെ വിഷയം 2025 നവംബർ മാസത്തെ മാസഫലമാണ് ഞാനിവിടെ പറയുന്നത്. 2025 നവംബർ മാസത്തെ രാശിക്കൂറ് ഫലം അതാണ് പറയുന്നത്. ഈ രാശിക്കൂറ് ഫലത്തിൽ ആദ്യത്തെ രാശിക്കൂറ് മകരൻ രാശിയെ പറ്റിയാണ് പറയുന്നത്. മകരൻ രാശിയെ പറ്റിയും കുംഭൻ രാശിയെ പറ്റിയും മീനൻ രാശിയെ പറ്റിയും 3 കൂറുകാരുടെ ഫലമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യമായി മകരക്കൂറുകാരുടെ ഫലം എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്താണ്? ഏതൊക്കെ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത്? ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര. ഈ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് പൊതുവായി പറഞ്ഞാൽ തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു മാസമാണ് ഇവർക്ക്. സാമൂഹികമായ സ്ഥാനമാനങ്ങൾ ഇവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതായത് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുവാനും സ്ഥാനക്കയറ്റങ്ങൾ കിട്ടുവാനും ആദരവും അംഗീകാരവും കിട്ടാനും ഇവരെ സംബന്ധിച്ച് നല്ല കിട്ടാൻ പറ്റിയ ഒരു മാസമാണ് നവംബർ മാസം. അതേപോലെ തന്നെ തൊഴിൽപരമായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഉന്നതിയും തൊഴിലിൽ മേന്മയും അതേപോലെ തന്നെ നേട്ടങ്ങളും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാകുന്ന ഒരു മാസമാണ്. പുഷ്ടിപ്പെടുന്ന കർമ്മഭാഗമാണ് ഇവർക്ക് കാണുന്നത്. അതായത് കർമ്മരംഗത്ത് പുഷ്ടിയുണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബ സംബന്ധമായി നോക്കുകയാണെങ്കിൽ മെച്ചപ്പെട്ട ഒരു കുടുംബ അന്തരീക്ഷം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധ ആവശ്യമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അവിടെ ചില പിഴവുകൾ ഇവർക്ക് പറ്റാവുന്നതാണ്. അപ്പോൾ പിഴവുകൾ പറ്റാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പണമിടപാടുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതാണ് ഈ മാസത്തിൽ. അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ മാനസികമായ പിരിമുറുക്കവും ഇവർക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സ് പല കാര്യങ്ങളിലും വ്യാകുലപ്പെടുന്ന ഒരു അവസ്ഥയും ഇവരെ സംബന്ധിച്ച് ഈ മാസത്തിൽ ഉണ്ടാവുന്നതാണ്.
അപ്പൊ തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാവും, സാമൂഹ്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും മാനസികമായ ചില പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനും ഈ മാസത്തിൽ ഇവർക്ക് കഴിയുന്നതാണെന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് എന്നാണ് എൻ്റെ അർത്ഥം. കുടുംബപരമായിട്ട് മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. കുടുംബാംഗങ്ങളുമായി സന്തോഷാനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരങ്ങളും ഈ മാസത്തിൽ ഇവർക്കുണ്ടാവും. പൊതുവെ പറഞ്ഞാൽ സന്തോഷപരമായ കാര്യങ്ങളും അതേപോലെ ചില മാനസിക പ്രയാസങ്ങളും ഇവർക്ക് നേരിടേണ്ട ഒരു മാസമാണ്. അപ്പൊ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ നവംബർ മാസത്തെ മകരം രാശിക്കാർക്ക് കാണേണ്ടത്. അടുത്തതായിട്ട് കുംഭൻ രാശി. കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഈ നക്ഷത്രങ്ങൾ കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ അവസരങ്ങൾ വന്നു ചേരുന്ന മാസമാണ് ഇവരെ സംബന്ധിച്ച്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു മാസമാണ്. ചില കാര്യങ്ങളിൽ സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ ഇട കൊടുക്കരുത്. സ്വന്തമായി ഒരു തീരുമാനത്തിലെത്തിയിട്ട് വേണം ചില കാര്യങ്ങൾ ഈ മാസം ഇവർ ചെയ്യാൻ. സാമ്പത്തികപരമായി വരവുകൾ കൂടുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഇവർ വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സ്വദേശത്ത് നിന്ന് മാറി മറ്റ് ഏതെങ്കിലും ദേശത്തേക്ക് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു അവസരമാണ് ഈ നവംബർ മാസം. ആരോഗ്യത്തിലും മാനസികമായ പ്രശ്നത്തിലും ഇവർ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഈ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ചില ദോഷാനുഭവങ്ങൾ ഈ മാസത്തിൽ ഇവർക്കുണ്ടാവും. അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മാനസികമായ ചില പ്രശ്നങ്ങൾ, മനോവിഷമങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, മനക്ലേശങ്ങൾ, ഇതെല്ലാനും ഈ മാസത്തിൽ ഇവർക്ക് ഉണ്ടായി എന്ന് വരും. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ പൊതുവെ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും മറ്റ് എല്ലാം വളരെ നല്ല സമയമാണെങ്കിലും അതോടൊപ്പം ചില മോശാനുഭവങ്ങളും ഈ മാസത്തിൽ ഇവർക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ മാസം ഇവരിൽ കടന്നു പോകുന്നത്. ഗ്രഹങ്ങളുടെ രാശിക്കൂറു ഫലമായാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ഈ മാസഫലം ഉണ്ടാകുന്നത്. ഇനി മീനക്കൂറിന്റെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഏതൊക്കെയാണെന്ന് നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. പൊതുവെ അനുകൂലമായ പല ഫലങ്ങളും ഇവരെ തേടിയെത്തുന്ന സമയമാണ്. ഇവർ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ഇവർക്ക് നടത്തിക്കിട്ടുന്ന അല്ലെങ്കിൽ നടത്താവുന്ന ഒരു സമയമാണ് ഈ നവംബർ മാസം.
ഗുണാനുഭവങ്ങൾ ഇവരെ തേടി വരും. ഇവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമായി കാണാം ഈ നവംബർ മാസത്തെ. സാമ്പത്തികമായ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ധനപരമായി ഉയർച്ച ഉണ്ടാകുന്ന ഒരു മാസമായി ഇതിനെ കാണാം. പണമിടപാടുകൾ നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാസം സ്വയം കണ്ടെത്തലിനും ആത്മീയ വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുന്നതും നല്ലതാണ്. അതിവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെയധികം നല്ല സമയമാണ്. അതായത് ഈ മാസം സ്വയം എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തി ആത്മീയമായ വളർച്ചയ്ക്കും അതേപോലെയുള്ള മറ്റ് കാര്യങ്ങൾക്കും പ്രാധാന്യം കൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ മാസം ഇവരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നവംബർ മാസം. അപ്പോൾ പൊതുവെ അനുകൂലമായ ഒരു സമയം. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്, ഈ മീനൻ രാശിയിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് വളരെ മേന്മയുള്ള ഒരു മാസമായി നവംബർ മാസത്തെ കാണാവുന്നതാണ്. കാര്യവിജയങ്ങളും കാര്യനേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വിചാരിക്കാത്ത സമയത്ത് തന്നെ ചില കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഇവരെ തേടി വരുന്ന സമയവും കൂടിയാണ് ഈ നവംബർ മാസം. ഇതൊരു പൊതുവായ ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലമാണ് ഞാനിവിടെ പറഞ്ഞു. ഓരോരുത്തരുടെയും അവരുടെ ജനിച്ച സമയവും ലഗ്നവും ജാതകപ്രകാരം ദശാപഹാരങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അങ്ങനെ നോക്കിയാൽ ഇതിന് ഗുണാനുഭവങ്ങൾ കൂടാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ ജാതകത്തിലും മറ്റു ചില കാര്യങ്ങളിലും അവർക്ക് ദോഷസമയമാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഈ ഫലങ്ങളിൽ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകാനായിട്ടും സാധ്യത ഉണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഗ്രഹങ്ങളുടെ ഗോചരപരമായിട്ടുള്ള പൊതുവേയുള്ള രാശി, അതായത് ഗോചരപരമായിട്ടുള്ള ഫലമാണ് ഞാനിവിടെ രാശിക്കൂർ ഫലമായി ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ നവംബർ മാസത്തെ ഈ രാശിക്കൂർ ഫലം, മകരം, കുംഭം, മീനം എന്നീ രാശികളുടെ രാശിക്കൂർ ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.